രചന നിശാ ശലഭം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അവൾ ആ ബാൽക്കണിയിൽ കസേരയിൽ ചാരിയിരുന്നു. അവളുടെ ഓർമ്മകൾ കുറെ പിന്നിലേക്ക് പോയി. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. തന്റെ ജീവിതത്തിൽ താൻ പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ഒരാൾ. തന്റെ +2 കാലം. സ്കൂൾ വിട്ട സമയത്ത് തന്റെ കെമിസ്ട്രി ബുക്ക് ലാബിൽ മറന്നു വെച്ച് എടുക്കാൻ വേഗം മുകളിലേക്ക് ഓടിക്കയറി. ലാബിലെത്തിയതും ബുക്ക് നോക്കി എടുത്തു. അത് ബാഗിൽ വെച്ച് തിരിഞ്ഞു തന്നെ വശളം ചിരിയോടെ നോക്കി നിൽക്കുന്ന 3-4 പേര്. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി സ്കൂൾ ഓപ്പൺ ടൈമിൽ തന്റെ കയ്യിൽ കയറി പിടിച്ചതിന് താൻ ചെകിട്ട് നോക്കി അടിച്ച +1 വിദ്യാർത്ഥിയാണെന്ന്. കൂടെ കൂട്ടുകാരും. അന്ന് എന്തോ ധൈര്യമായിരുന്നു. അതിന് കാരണം തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ കൂട്ടുകാരികൾ തന്നെ. എന്നാൽ ഇപ്പോൾ ഈ നിമിഷം പേടിയാവുന്നു. താൻ തനിച്ച്. അവൾ ബാഗിൽ മുറുക്കെ പിടിച്ചു. അവൾ മുന്നോട്ട് നടന്നു. അവന്മാർ അവൾക്ക് വട്ടം നിന്നു. അവൾ ധൈര്യം സംഭരിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വേണം? മാറിക്കടാ, എനിക്ക് പോണം. ആഹാ, അങ്ങനെ പോയാലോ? ചേച്ചിക്ക് പേടിയാണോ? ഒരുത്തൻ ചോദിച്ചു. സീനിയറാണെന്ന് അറിയാതെ കൈ പിടിച്ച പാടി, അപ്പൊ അറിഞ്ഞു പിടിച്ചാൽ എന്താ ചെയ്യാ? മറ്റൊരുത്തൻ ചോദിച്ചു. അവൾക്ക് ഭയം തോന്നി. അവൾ വേഗം ലാബിന് പുറത്തേക്ക് ഓടി. അവർ പുറകെയും. ഓടിക്കയറിയത് ക്ലാസ് റൂമിൽ. ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വാതിലടക്കുന്നതിന് മുമ്പ് അവരും കൂടെ കയറി. അവൾ ബെഞ്ചിന് പുറകിലേക്ക് നിന്നു. അവൾ വിയർക്കാൻ തുടങ്ങി. എന്തെങ്കിലും ചെയ്യും മുന്നേ ഒരുത്തൻ ബാഗ് ഊരി ദൂരെ എറിഞ്ഞു. അവളുടെ തലയിലെ തട്ടം ഊരി എറിഞ്ഞു. അവൾ അലറിക്കറിഞ്ഞു, പ്ലീസ് എന്നൊന്നും ചെയ്യരുത്. ആഹാ, അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ? ആ സമയം അവൻ മുകളിലേക്കുള്ള പടികൾ കയറി തന്റെ നോട്ട് പ്രിപ്പറേഷൻ ബുക്ക് എടുക്കാൻ. ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ബുക്ക് മറന്നു വെച്ചു. അവൻ മുകളിലേക്ക് എത്തിയതും ക്ലാസ് റൂമിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കാം. ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ. അവൻ വേഗം അവിടേക്ക് നടന്നു. ഇതേ സമയം അവളും അവന്മാരും കേട്ടിരുന്നു ആരുടെയോ കാറടി ശബ്ദം. അവരുടെ ശ്രദ്ധ മാറിയതും അവൾ വേഗം പുറത്തേക്ക് ഓടി. എന്നാൽ ഇത് കണ്ടൊരുത്തൻ അവളെ കയറി പിടിച്ചു. പിടി വീണത് അവളുടെ ഉടുപ്പിന്റെ ഫ്രണ്ടിൽ. അവൾ ഇട്ടിരുന്ന ഷർട്ടും പാവാടയുമാണ്. അവർക്കന്ന് കളർ ഡ്രസ്സായിരുന്നു. ആ പിടുത്തത്തിൽ അവൾ മുന്നോട്ടാഞ്ഞതും ബട്ടൺസ് പൊട്ടി ഉടുപ്പിന്റെ മുൻഭാഗം തുറന്നു. അതേസമയം അവനോടെത്തി. അവൾ ആഞ്ഞു വീണത് അവന്റെ നെഞ്ചിലോട്ടു. അവനെ കണ്ട അവന്മാര് ഞെട്ടി. അൻവർ സാർ ഓടാ! അവന്മാര് വേഗം ഇറങ്ങി ഓടി. അവൾ കൈകളിലായിരുന്നതിനാൽ അവരൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. അവളുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു. അവൻ വേഗം കണ്ണടച്ച് അവളെ വീണ്ടും നെഞ്ചിലേക്ക് ചേർത്തു. കാരണം അവൻ കണ്ടിരുന്നു കീറിപ്പോയ ഉടുപ്പ്. അവന് ദേഷ്യം തോന്നി അവളുടെ അവസ്ഥ കണ്ടിട്ട്. അവന്മാരെ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞിട്ട്. അവൻ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു. പിന്നീട് അവന്റെ ബാഗ് താഴെയിട്ട് വേഗം തന്നെ അവളൊരു വശത്തേക്ക് നീക്കി പിടിച്ച് അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് വേർപ്പെടുത്തി എങ്ങനെയോ ഊരിയെടുത്ത് അവളെ ധരിപ്പിച്ചു. പതുക്കെ താങ്ങി ബെഞ്ചിലായിരുത്തി ഡെസ്കിലും ഭിത്തിയിലുമായി ചാരി വെച്ചു. ഡോ, കണ്ണൂർക്ക്! അവൻ പതുക്കെ തട്ടി വിളിച്ചു. അവൾക്ക് അനക്കമില്ലായിരുന്നു. അവൻ വേഗം തന്റെ ബാഗ് തുറന്നു നോക്കി. നിരാശ തോന്നി. തന്റെ വെള്ളം തീർന്നിരുന്നു. അവനൊന്ന് ചുറ്റും നോക്കി. അവളുടെ ബാഗ് കണ്ട് അവനൊരു ആശ്വാസം തോന്നി. അവൻ വേഗം തുറന്ന് കുപ്പിയെടുത്ത് നോക്കി. അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. വേഗം എടുത്തുകൊണ്ട് വന്ന് തുറന്ന കൈയിലേക്ക് വെള്ളമൊഴിച്ച് മുഖത്തേക്ക് തളിച്ചു. 1-2 വട്ടം ചെയ്തപ്പോൾ അവളൊരു ഞെരുക്കത്തോടെ കണ്ണു തുറന്നു. അവനെ കണ്ടതും അവൾ ഞെട്ടി ചുറ്റിനും നോക്കി. അവന്മാരെ കാണാൻ അവൾക്കൊരു ആശ്വാസം തോന്നി. എന്നാൽ വീണ്ടും മുഖം മാറി. ഇതുവരെ കാണാത്ത ഒരാൾ മുന്നിൽ. എന്തോ ഓർത്ത പോലെ വേഗം അവൾ ദേഹത്തേക്ക് നോക്കി. ഇന്നർ ബനിയനിട്ട് നിൽക്കുന്ന അവനെയും ഷർട്ട് ധരിച്ച് തന്റെ ദേഹത്തേക്കും മാറി മാറി നോക്കി. താൻ ഓക്കെ അല്ലേ? അവൻ ചോദിച്ചു. അവളൊന്ന് മൂളി. ഒപ്പം ഭയത്തോടെ നോക്കി. ഡോ, ഞാനിന്ന് ജോയിൻ ചെയ്ത ഫിസിക്സ് സാറാണ്. ഞാൻ ബുക്ക് എടുക്കാൻ കയറി വന്നപ്പോഴാണ് എന്തോ ബഹളം കേട്ട് ഇങ്ങോട്ട് വന്ന്. താൻ എൻ്റെ ദേഹത്തേക്ക് വീണവും ആമാരും ഓടിപ്പോയതും പെട്ടെന്നാ. തൻ്റെ അവസ്ഥ കണ്ട എൻ്റെ ഷർട്ട് ഇട്ടത്. ഇതാ ഈ വെള്ളം കുടിക്കുക. ഇപ്പം തന്നെ ഒരുപാട് സമയമായി. വീട്ടിൽ പോകണ്ടേ? എങ്ങനെയാ പോകുന്നത്? നടന്നാ പോകുന്നത്. ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവും. പക്ഷെ ഇന്ന് അവർ വന്നില്ല, അവൾ പറഞ്ഞു. എന്താ പ്രശ്നം? എന്താ ഉണ്ടായത്? അവൾ ഉണ്ടായതൊക്കെ പറഞ്ഞു. ഓക്കെ കേട്ട് അവന് നെടുവീർപ്പെട്ടു. ശരി, ഞാനത് നോക്കിക്കോളാം, താൻ പേടിക്കണ്ട. ഇപ്പോൾ ഇവിടുന്ന് പോകാൻ നോക്കാം. താൻ ഇവിടെ ഇരിക്കും, ഞാൻ താഴെ പോയി നോക്കട്ടെ. അവൻ താഴേക്ക് പോയി അവിടെ ചെന്നു. അവൻ തലക്ക് കൈ കൊടുത്തു. വാച്ച്മാൻ സ്റ്റെയറിന്റെ ഗ്രില്ല് പൂട്ടി പോയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? അവൻ നെറ്റിയൊഴിഞ്ഞ് മുകളിലേക്ക് കയറി അവളുടെ അടുത്തെത്തിയ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖം കണ്ടതും എന്തോ ഒരു ദുസ്സൂചന തോന്നി അവൾക്ക്. എന്താ സാർ? ഗ്രില്ല് പൂട്ടി സ്കൂളൊക്കെ ക്ലോസ് ചെയ്തു. അവൻ പറയുന്ന കേട്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഡോ, താൻ വിഷമിക്കാതെ, എന്തെങ്കിലും വഴി കാണും. ഇന്ന് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ആരുടെയും നമ്പറിന്റെ കയ്യിലില്ല. അതുപോലെ ഈ അവസ്ഥയിൽ ആരും കാണാത്തതല്ല. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആരും വിശ്വസിക്കണമെന്നില്ല. നമുക്ക് നോക്കാം. അല്ല, തൻ്റെ വീട്ടിൽ തിരക്കില്ലേ? ഉമ്മി വരാൻ വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനിയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞിരുന്നു. അത് നന്നായി. വേറെ ആരുമില്ലേ? ഇല്ല, വാപ്പി ഗൾഫിലാ. അവൾക്ക് അവൻ്റെ മുമ്പിൽ അങ്ങനെ ഇരിക്കാൻ എന്തോ പോലെ തോന്നി. അവൾ ചുറ്റും നോക്കി തൻ്റെ ഷോളിനായി. അവനത് മനസ്സിലായതുപോലെ നോക്കി. മൂലയിലായി കിടന്ന ഷോൾ അവനെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ വേഗം തലയിലൂടെ ചുറ്റിയിട്ടു. ഡോ, എനിക്കൊണ്ടൊരു പെങ്ങള്. അതും പറഞ്ഞാൽ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ചുറ്റിനും എന്തോ തിരഞ്ഞു നടന്നു. 2ാമത്തെ നിലയിൽ നിന്ന് താഴെ ഇറങ്ങിയ പ്രയാസമാണ്. അത് അവളെയും കൊണ്ട് എങ്ങനെയെങ്കിലും ഇറങ്ങിയേ മതിയാവും. സ്പോർട്സ് സാധനങ്ങൾ കൂട്ടിയിട്ടെടുത്തൊന്ന് നോക്കി. അവന്റെ കണ്ണ് വിടർന്നു.
കനത്തിലൊരു കയറ് അതെടുത്ത് വേഗം ക്ലാസ് റൂമിലേക്ക് വന്നു. അഴികളില്ലാതെ ജനലായിരുന്നു. ജനലിൽ മുറുക്കി കെട്ടി താഴോട്ടിട്ട് നോക്കി. ആവശ്യത്തിന് നീളമുണ്ട്. ചവിട്ടി ഇറങ്ങാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിടണം, എങ്കിലേ താഴെ എത്തും. അന്നേരം കയറിൻ്റെ നീളം കുറയും. താഴെ നിന്നും കുറച്ച് പൊങ്ങി നിൽക്കും. താഴെ എത്തുമ്പോൾ ചാടാം. താൻ ഓക്കെ അല്ലേ? എനിക്ക് വീട്ടിലെത്തിയാൽ മതി. അവനൊന്നുകൂടെ നോക്കി. എനിക്ക് താഴെത്തിയിട്ട് ചാടാൻ പറ്റും, പക്ഷെ ഇവളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. താനിവിടെ നിൽക്ക്, ഞാൻ ആദ്യം ഇറങ്ങും. താൻ അതുപോലെ ഇറങ്ങണം, അവൻ പറഞ്ഞു. അവൾ എണീറ്റ് ജനലോരം വന്ന് നിന്നു. അവൻ ബാഗുകൾ തോളിലിട്ടു. ശേഷം കെട്ടിയിട്ട കയറി താഴേക്കിട്ട് ഓരോ കെട്ടിലും ചവിട്ടി താഴേക്ക് ഇറങ്ങി. അവൾ നോക്കി നിന്നു. അവൻ എൻഡിലെത്തിയും താഴേക്ക് ചാടി. താൻ ഇറങ്ങ്. അവൾക്ക് പേടിയായി. അവൾ കണ്ണിറുക്കി അടച്ചു. താൻ പേടിക്കാതെ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വീട്ടിൽ പോകണ്ടേ? അവൾ പതുക്കെ കയറിൽ ചവിട്ടി ഇറങ്ങാൻ നോക്കി. ഒരു കെട്ടിൽ ചവിട്ടി ഇറങ്ങാൻ നോക്കിയപ്പോൾ തന്നെ അവൾക്കത് സാധിച്ചു. അവളുടെ പേടി മാറി. അവൾ പതിയെ പതിയെ താഴേക്ക് ഇറങ്ങി. എൻഡിലെത്തിയതും താഴേക്ക് ചാടാൻ അവൾക്ക് പേടി തോന്നി. കുറച്ചധികം അകലമുണ്ടായിരുന്നു. താൻ ചാട്, ഞാൻ വീഴാൻ നോക്കാം, അവൻ പറഞ്ഞു. കണ്ണടച്ചവൾ താഴേക്ക് ചാടി. അവൻ വേഗം അവളെ പിടിച്ചു. അവന്റെ കൈകൾ അവളെ ഇടുപ്പിലായി മുറുകിയിരുന്നു. അവൾ ഇരു കൈകൾ അവന്റെ തോളിലായി മുറുക്കി. അവൻ വേഗം കൈകൾ അയച്ചു. അവൾ അവന്റെ ദേഹത്തോട് ഊർന്ന് താഴേക്ക് ഇറങ്ങി. രണ്ടുപേർക്ക് എന്തോ പോലെ തോന്നി. ഏകദേശം ഇരുട്ടി തുടങ്ങിയിരുന്നു. ഈ കോലത്തിൽ കണ്ട ആൾക്കാർ ശ്രദ്ധിക്കും. താനെങ്കിലും ഡ്രസ്സ് നോക്കി ഷാളി വിട്ട് എന്നിട്ട് ആ ഷർട്ടിങ് താ. അവൾ തിരിഞ്ഞുന്ന ഓരോ ബട്ടൺസും ഊരി. അവൾ തന്റെ ഉടുപ്പിലേക്ക് നോക്കി. ചില ബട്ടൺസ് പൊട്ടിപ്പോയിരുന്നു. ഉള്ള ബട്ടൺസ് ഇട്ടിട്ട് ബാക്കി ഭാഗം സേഫ്റ്റി പിൻ കുത്തി അവന്റെ ഷർട്ട് ഫുൾ ഊരി മാറ്റി കയ്യിൽ പിടിച്ചു. എന്നിട്ട് ഷാൾ കൊണ്ട് ദേഹം മറയത്തക്കവണ്ണം ചുറ്റി. ശേഷം ഷർട്ട് അവന് നേരെ നീട്ടി. അവനത് വാങ്ങിയിട്ടു. താമ ബൈക്ക് അവിടെ ഉണ്ട്, വഴി പറഞ്ഞ ഞാൻ കൊണ്ടാക്കാം. അവളൊന്ന് മൂളി അവന്റെ പുറകെ പോയി. അവൾ ചുറ്റും നോക്കി. ആരും തന്നെ ഇല്ല. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അവൾ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നിന്നു. താൻ കയറ്, തന്നെ അറിയാവുന്നവർ കാണും, ഞാൻ ഹെൽമെറ്റ് ഇടാം. താൻ രണ്ട് സൈഡിൽ കാറിട്ടിരിക്കുക, ഓൻ കാണാതെ. അവൾ ഇരു സൈഡിലായി കയറി മുഖം അവന്റെ മുഖത്തായി മറച്ചു വെച്ചിരുന്നു. അവൻ വണ്ടി മുന്നോട്ടെടുത്തു. കടകളിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. സ്കൂൾ പരിസരത്ത് കടകൾ അടച്ചിരുന്നു. അതിനാൽ തന്നെ ആരും ശ്രദ്ധിച്ചില്ല. കുറച്ചു കഴിഞ്ഞതും അവൾ ഇടത്തോട് തിരിയണമെന്ന് പറഞ്ഞു. അവൻ വണ്ടി തിരിച്ച് മുന്നോട്ട് പോയി. കുറച്ചു കഴിഞ്ഞതും മഴ പെയ്യാൻ തുടങ്ങി. രണ്ടുപേരും നനഞ്ഞു. അധികം വൈകാതെ വീടെത്തിയതും അവൾ നിർത്താൻ പറഞ്ഞു. റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു ഇരുനില വീട്. ആകെ ഇരുണ്ട് കിടക്കുന്നു. അവൾ ഇറങ്ങി. ഗേറ്റ് തുറന്നു. സർ, കയറ്, മഴ തുറന്നിട്ട് പോവാം. മഴ ഉറച്ചുകൊണ്ട് തന്നെ അവളെ നോക്കി അവൻ അകത്തേക്ക് വണ്ടിയെടുത്തു. പോർച്ചിലായി നിർത്തി. അവൾ ഗേറ്റ് അടച്ച് അകത്തേക്ക് കയറി. അവൾ പാവാടയൊന്ന് പിഴിഞ്ഞ് അകത്തേക്ക് കയറി ഒരു ടവലെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു. അവൾ അകത്തേക്ക് പോയി ഫ്രഷായി വന്നു. ആ സമയം അവൻ ഷർട്ട് ഊരി ഒന്ന് പിഴിഞ്ഞ് കൈവരിൽ തൂക്കി ടവൽ കൊണ്ട് ദേഹം തുടച്ചു. അവൾ പോയത് കിച്ചണിലേക്കായിരുന്നു. ഒരു ചായ ഇട്ട് അവന് കൊടുത്തു. അവനത് വാങ്ങി. സർ, അകത്തേക്ക് കയറി. വേണടോ, തൻ്റെ ഉമ്മിയപ്പോഴെത്തും? അറിയില്ല, ഞാൻ വിളിക്കാം. അവൾ അകത്തേക്ക് പോയി. സർ, ഒരു 15 മിനിറ്റ്, അപ്പോഴേക്ക് എത്തും. എപ്പോഴും ഇങ്ങനെയാണോ തന്നെ തനിച്ചാക്കി? ഇല്ല, ഉമ്മി ലേറ്റായി ഞാൻ അപ്പുറത്തെ ആൻറ്റിയുടെ വീട്ടിൽ പോകും. അല്ല, തൻ്റെ പേരെന്താ? റിയ. എൻ്റെ പേര് അൻവർ. ആ, ഞാൻ മറന്നു, ഉമ്മി വിളിക്കട്ടെ, കാണാൻ വിഷമിക്കും, എത്താൻ സമയമായി. അവൻ വീട്ടിൽ വിളിച്ച് താമസിക്കുമെന്ന് പറഞ്ഞു. വീട്ടിൽ ഉമ്മി അനിയത്തേ ഉള്ളൂ, വാപ്പി പുറത്താ. അവളൊന്ന് ചിരിച്ചു. അവൻ അവളെ ഒന്ന് നോക്കി. വെളുത്ത, ആവശ്യത്തിന് വണ്ണമുള്ള, വട്ടമുഖമുള്ള, തൻ്റെ തോളൊപ്പമുള്ള ഒരു. അവൻ വേഗം മുഖം തിരിച്ചു. അവൾ അവനെ നോക്കി കാണുകയായിരുന്നു. ഒത്ത നീളം, കട്ടിമീശ, ഒതുക്കി വെട്ടിയ താടി, വെളുത്ത് നീണ്ട മുഖം, അത്യാവശ്യം സൈസ് ബോഡി. അവൾ അവനെയും നോക്കി വേറെങ്ങോട്ടോ നോട്ടം വായിച്ചു. അവന്റെ ചോദ്യമാണ് അവളെ തിരികെ കൊണ്ടുവന്നത്. തനിക്ക് പേടിയൊന്നുമില്ലേ ഞാനിവിടെ നിൽക്കുന്നുണ്ട്? ആരില്ലാത്ത ആ സ്കൂളിൽ ഞാൻ സാറിൻ്റെ കയ്യിൽ സുരക്ഷിതയായിരുന്നു. പോരായിട്ട് എനിക്ക് ബോധമില്ലാത്ത അവസ്ഥയും. എൻ്റെ വീട്ടിൽ സാറിനൊപ്പം ഞാൻ പൂർണ്ണ സുരക്ഷിതമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അവിടുന്ന് ഇവിടം വരെ എത്തില്ലായിരുന്നല്ലോ. അവൻ മനസ്സെറിഞ്ഞ് ചിരിച്ചു. മഴ തോർന്നു, എങ്കിലും തൻ്റെ ഉമ്മ വന്നിട്ട് ഇറങ്ങാം. പിന്നെ ഉമ്മയുടെ അടുത്തൊന്നും പറയണ്ട കേട്ടോ, പേടിയും. പിന്നെ എല്ലാം മറന്നേക്കും, പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അവൻ ഗ്ലാസ് തിരികെ നൽകി. അവൾ തിരിയാൻ നിന്നും അവളുടെ ഫോൺ ബില്ലടിച്ചു. അവൾ അകത്തേക്ക് പോയി. ഹലോ ഉമ്മി. ആ ഉമ്മി, എന്തെങ്കിലും വായിക്ക്. ശരി ഉമ്മി. ഫോൺ വെച്ച ശേഷം അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. സർ, ഉമ്മിയുടെ ജംഗ്ഷനിലെത്തി. ശരിയടോ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. തൻ്റെ ഉമ്മി എന്നെ കാണണ്ട, കഥയുടെ ശരി, വന്നിട്ട് തുറന്നാൽ മതി. അവൻ അതും പറഞ്ഞ് അവൻ്റെ ഷർട്ട് എടുത്തിട്ട് ബാഗും എടുത്ത് ബൈക്കും എടുത്ത് പോയി. അവൾ തൻ്റെ ഓർമ്മകളിൽ നിന്ന് പുറത്തു വന്നു. ഒരു ചെറു ചിരിയോടെ ഒന്നുകൂടെ കസേരയിൽ നിന്ന് ഒഴിഞ്ഞിരുന്നു. അവസരം കിട്ടിയാൽ മുതലെടുക്കുന്നവരുടെ വ്യത്യസ്തമായവൻ, ആ അവസ്ഥയിൽ തന്നെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചവൻ, തനിക്ക് കൂട്ടുനിന്നവൻ, എപ്പോഴോ താൻ കാത്തിരുന്നവൻ തന്നെയാണെന്നറിഞ്ഞ നിമിഷം തനിക്ക് വല്ലാണ്ട് സന്തോഷം തോന്നി. വീണ്ടും അന്നത്തെ ഓർമ്മയിലേക്ക് പോയി. പലപ്പോഴും സ്കൂളിൽ വെച്ച് പരസ്പരം ചെറുപുഞ്ചിരി കൈമാറിയിരുന്നു. ഒരു ദിവസം സ്കൂളിൽ വന്ന ഉമ്മയെ കാണാൻ ക്ലാസ്സിൽ നിന്ന് പുറത്തു വന്ന ഞാൻ കാണുന്നത് ഉമ്മയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന സാറിനെയാണ്. ഞാൻ സ്റ്റക്കായി നിന്നു. ഉമ്മി എൻ്റെ അടുത്തേക്ക് വിളിച്ചു. സാറു എന്നെ ഞെട്ടി നോക്കുന്നുണ്ട്.
രണ്ടും എന്താ നോക്കുന്നത്? രണ്ടിനും ഫോട്ടോ കാണണ്ട, നേരിട്ട് കണ്ടാൽ മതി എന്ന വാശിയല്ലായിരുന്നോ? ഡാ നിന്റെ അച്ചുവായത്. നീ എന്താ നോക്കുന്നേ? നിന്റെ അനൂക്കിയാ, കണ്ടിട്ട് നിനക്കൊന്നും പറയണ്ടേ? രണ്ടും ഞെട്ടി പരസ്പരം നോക്കി. രണ്ടുപേരുടെയും കണ്ണു വിടർന്ന് മനസ്സ് നിറഞ്ഞ് ചിരിച്ചു. കുഞ്ഞിലെ കുടുംബങ്ങൾ മാറി താമസിച്ചപ്പോൾ അകലേണ്ടി വന്നവർ, സഹോദരിയുടെയും സഹോദരന്റെയും മക്കൾ. റിയയുടെ ഉമ്മ റംസിയും അനുവറിന്റെ ഉപ്പ റാഷിദും സഹോദരങ്ങളാണ്. റിയൊക്കെ ഇപ്പോൾ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്താണ്. ഇവിടുന്ന് കുറച്ചകലെ ടൗൺ ഏരിയയിലായിരുന്നു ഇരു കുടുംബങ്ങളും താമസിച്ചിരുന്നത്. റിയയുടെ ഉമ്മ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ ഇങ്ങോട്ട് മാറി. അതുപോലെ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അച്ചുവിൻ്റെ അനിയൻ ജനിച്ചതോടെ കണ്ണിന് അലർജി. ടൗണിലെ പൊടിപടലങ്ങൾ അവന് തീരെ പിടിക്കാതെയായി. അവരവിടുന്ന് മാറുമ്പോൾ അവൾക്ക് 6ഉം അനിയൻ റിസാൻ എന്ന റിച്ചുവിന് 2 വയസ്സായിരുന്നു. അൻവറിന് 12 വയസ്സും. ഒരുമിച്ച് കളിച്ചു വളർന്ന് അവർക്ക് പിരിയുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അനുവിനും അച്ചുവിനും പരസ്പരം ജീവനായിരുന്നു. അവരവിടുന്ന് മാറിയപ്പോൾ മൂകമായ അനുവിനും ഉമ്മയും ഉപ്പയും ബോർഡിംഗ് സ്കൂളിലാക്കി. എല്ലാവരുമായി വേഗം അടുക്കുന്ന അവന് എളുപ്പം തന്നെ ഒരുപാട് കൂട്ടുകാരായി. അതവന് വീണ്ടും സന്തോഷവാനാക്കി. എന്നാലും അച്ചു അനുവിനെയും ഹൃദയത്തിൽ തന്നെ സൂക്ഷിച്ചു. കാലം കഴിയും തോറും മറക്കാതെ ദൃഢമായി ഓർത്തുകൊണ്ടിരുന്നു. പലപ്പോഴും വിശേഷ ദിവസങ്ങൾ എല്ലാവരും ഒന്നിക്കുമ്പോഴും അവർ തമ്മിൽ കണ്ടതേയില്ല. ഉമ്മിമാർ ഫോട്ടോ കാണിക്കുക എന്ന് പറയുമ്പോൾ അവർ പറയും, എന്തായാലും കാണാൻ പറ്റിയില്ല, ഇനി ഫോട്ടോയിലൂടെ കാണണ്ട, എന്നാൽ ഇനി ഒരു കൂടിക്കാഴ്ച നേരിട്ട് മതിയെന്ന്. ആ 12 വയസ്സുകാരനിൽ പിരിയുമ്പോഴുണ്ടായിരുന്നത് അവളോടുള്ള പ്രണയമായിരുന്നു. എന്നാൽ ആ പ്രായത്തിൽ അവൾക്ക് അവളുടെ അനൂക്കാനോട് എന്താണെന്ന് അവൾക്ക് തന്നെ അറിയില്ല. ഒന്നറിയാം, ഉള്ളിൽ നിറയെ സ്നേഹം. പിന്നീട് അത് കൗമാരപ്രായമായപ്പോൾ അവളുടെ ഉള്ളിൽ നിറം മാറുന്ന അവൾ അറിഞ്ഞു. കാരണം വാതോരാത മാതാപിതാക്കളിൽ നിന്ന് കേട്ട് തന്നെ അനുവിന്റെ പെണ്ണാണ് നീയെന്ന്. അവനോടുള്ള ഇഷ്ടം പ്രണയമാവാൻ അധിക സമയം വേണ്ടി വന്നില്ല. എങ്കിലും രണ്ടും കൊള്ളാം. ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞ മാമി അത് പറഞ്ഞതും അവളൊരു ചമ്മലോട് അവനെ നോക്കി. അവന്റെ അവസ്ഥ അത് തന്നെയായിരുന്നു. അവനൊരുപാട് സന്തോഷം തോന്നി. അവളെ കണ്ട നാൾ എന്തോ ഫീലായിരുന്നു. അതൊക്കെ മനസ്സിലൊതുക്കി എൻ്റെ കുഞ്ഞാച്ചുവിൻ്റെ മുഖം മനസ്സിലോർക്കും. ആ സമയം മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടാവും എൻ്റെ ചുണ്ടിൽ. സന്തോഷം അടക്കാൻ കഴിയാതെ അത് മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അവളും അതേ അവസ്ഥയിലാണെന്ന് മനസ്സിലായി. മാമി ഈ കളികളൊക്കെ നോക്കി തലകുലുക്കി. വിഷയം മാറ്റാനെന്ന പോലെ അവൻ ചോദിച്ചു, മാമി റിച്ചുവിന് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിയുമ്പോൾ കണ്ണിൻ്റെ എല്ലാ അസുഖവും മാറുന്ന പറഞ്ഞേക്കുന്നത്. എങ്കിലും നീ ജോയിൻ ഇവിടെയാണ് ചെയ്തതെന്ന് പറഞ്ഞില്ലാലോ. അതൊരു സർപ്രൈസ് ആയിക്കൂടെ എന്ന് വെച്ചു. ഈ സ്ഥലമാണ് നിങ്ങൾ താമസിക്കുന്നത് എനിക്കറിയാം, പക്ഷെ കറക്റ്റ് സ്ഥലം അറിയില്ലായിരുന്നു. പതുക്കെ കണ്ടുപിടിക്കാന്ന് കരുതി. ഇവളിവിടെ ഉണ്ടായിരിക്കുന്ന ഒട്ടും പ്രതീക്ഷയില്ല. അതുപോട്ടെ, കുട്ടിയുടെ പഠിത്തം എങ്ങനെയുണ്ട്? സാറൊന്നും പറഞ്ഞില്ല. അവരൊന്ന് ആക്കി ചോദിച്ചു. അവള് കുഴപ്പമൊന്നുമില്ല, മിടിക്കല്ലേ. നീ വീട്ടിലേക്ക് വരുന്നില്ലേ? വഴി പറഞ്ഞുതരാം. വേണ്ട മാമി, ഞാനിവിടെ കൂടെ ഒരു ദിവസം വരാം. അതും പറഞ്ഞ് അവളെ ഒന്ന് ചെരിഞ്ഞു നോക്കി. അത് മനസ്സിലായതുപോലെ അവളുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. അന്ന് അവൻ വീട്ടിൽ വന്ന് ഓർത്തുപോയി. അവളുടെ മാർക്ക് ഷീറ്റ് സൈൻ ചെയ്യാമെന്നായിരുന്നു. അത് ചെയ്ത് അച്ചുവിൻ്റെ ഉമ്മി പോവുകയും ചെയ്തു. അവരുടെ ബന്ധം അധ്യാപകരോ കുട്ടികൾ അറിയണ്ടെന്ന് അവൻ തന്നെ തീരുമാനിച്ചു. അല്ലെങ്കിൽ അവളുടെ പഠിത്തത്തെ ബാധിക്കുമെന്ന് തോന്നി. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. അങ്ങനെ ഒരു ദിവസം അനുവിൻ്റെ വീട്ടിൽ. നൂറ, കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ടില്ലേ? ആരാ നോക്ക്. ആ ഉമ്മി, നോക്കാം. അതും പറഞ്ഞ് വാതിൽ തുറന്നവൾ. ഇത് നൂറ, അൻവറിന്റെ കുഞ്ഞനുജത്തി. അവിടെ നിൽക്കുന്നവരെ കണ്ട് അവളുടെ കണ്ണു വിടർന്നു. മാമിയും അച്ചുതാത്തിയും കൂടെ റിച്ചുവുമുണ്ട്. അവൾ ഓടി അച്ചുവിനെ കെട്ടിപ്പിടിച്ചു. എത്ര നാളായി താ കണ്ടിട്ട്? ഓ, ഈ നാളിലെ കല്യാണത്തിന് കണ്ട്. എന്നിട്ട് അവളുടെ പറച്ചിൽ നോക്കിയേ, അച്ചു പറഞ്ഞു. അവളൊന്ന് ഇളിച്ചു കാണിച്ചു. ആ, ബാക്കിയുള്ളവരെന്തിയെ? ഞങ്ങളൊന്ന് അകത്ത് കയറ്റി പെണ്ണേ, മാമി പറഞ്ഞു. അവരുമായി അകത്തേക്ക് കയറി. അൻവറിന്റെ ഉമ്മി ഐഷാനെ പുറത്തേക്ക് വന്നു. അച്ചു ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ഐഷുട്ടി, എന്താടി കാന്താരി, നിന്നെ കാണാനില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ വന്ന്. ആ റിച്ചു, നിനക്ക് സുഖാണോ? ആ മാമി. റിയും നൂറയും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഐഷു, ഞാനിവിടെ 3-4 ദിവസത്തേക്ക് ഇവിടെ ആക്കാൻ വന്ന. ഇവന്റെ ഓപ്പറേഷൻ അല്ലേ, ഇതാകുമ്പോൾ 10 ദിവസം അവധിയല്ലേ. ആ, നീ വിളിച്ചപ്പം പറഞ്ഞായിരുന്നല്ലോ. ശരി, ഇപ്പം ഇറങ്ങിയാൽ അങ്ങെത്തു. ഇന്ന് അഡ്മിറ്റ് ആക്കണം. ശരി, നിങ്ങൾ ഇറങ്ങിക്കോ. എന്താവശ്യം വന്നാലും വിളിക്കണം. വിളിക്കാം. പിന്നെ ഇവിടെ ഉപ്പാട് ആൾക്കാർ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതും പറഞ്ഞ അച്ചുവിൻ്റെ ഉമ്മി കാർ ഓടിച്ചു പോകുന്നവർ നോക്കിയിരുന്നു. അച്ചുവിടെ പിന്നെ വന്നിട്ടേ ഇല്ലായിരുന്നു. അവൾക്ക് വീടൊന്നും ഓർമ്മയേയില്ല. അവൾ ചുറ്റും നോക്കി. 2 നില വലിയ വീട്. വരൂ മോളെ, എന്നാ വെള്ളം കുടി. കാപ്പി കുടിച്ചോ? ആ, കഴിച്ചു മാമി. അതും പറഞ്ഞ അവൾ വെള്ളം കുടിച്ചു. നാച്ചു, നീ മോളെ നിന്റെ റൂമിൽ കൂട്ടിയാൽ മതി, ഒറ്റയ്ക്ക് കിടത്തണ്ട. ശരി ഉമ്മി. അതും പറഞ്ഞ അവൾ അച്ചുവിന്റെ ബാഗ് എടുത്ത് റൂമിലേക്ക് പോയി. അച്ചു അവൾക്കൊപ്പം പോയി. റൂമിലെത്തിയത് നാച്ചു അച്ചുവിനെ തള്ളി ബെഡിലേക്ക് ഇട്ടു. അവളെ അടിക്കാനും നുള്ളാനും പിച്ചാനും തുടങ്ങി. ഡിഷ്, നിനക്ക് ഇങ്ങോട്ട് വരണ്ടല്ലേ? ഇവിടെ നിൽക്കാൻ വയ്യല്ലേ? എന്തൊക്കെയായിരുന്നു, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? അവൾ നിർത്തുന്നുണ്ടായിരുന്നില്ല. എന്റെ പൊന്ന് നാച്ചുവല്ലേ, വീടടി, ഇനി പറയില്ല. അവൾ എങ്ങനെയോ എണീറ്റ് ഓടി. ബെഡിന് വട്ടവളെ ഓടിച്ചു.
ബെഡിന് ചുറ്റും അവൾ ഓടിച്ചു. അവൾ പിറകെയും. അവൾ വെളിയിലേക്ക് ഓടി. സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറി. അവൾ ആദ്യം കണ്ട റൂമിൽ കയറിയതും നാച്ചു ഒരു വിജയച്ചിരിയോടെ ഡോർ ക്ലോസ് ചെയ്ത് പുറത്തേക്ക് ഓടി. വാതിൽ പൂട്ടിയ ശബ്ദം കേട്ട് അച്ചു വാതിൽ തട്ടാൻ തുടങ്ങി. ഡി തുറക്കടി, ഞാൻ ഓടില്ല, തുറക്ക് പ്ലീസ്. അതേസമയം ബാത്റൂം ഡോറിൽ നിന്ന് അൻവർ പുറത്തിറങ്ങി. ശബ്ദം കേട്ട് തിരിഞ്ഞോക്കി അച്ചു ഞെട്ടി. അനൂക്ക? അവനും ആൾ അവിടെ കണ്ടെന്ന് പതറി. അവൾ അവനെ കണ്ട് തിരിഞ്ഞു നിന്നു. ഒപ്പം വാതിലിനും തട്ടി. നാച്ചു ഡാ തുറക്കടാ. അവൾക്ക് വെപ്രാളം തോന്നി. അവൻ കുളിച്ചിറങ്ങിയതായിരുന്നു. ഒരു ടവൽ മാത്രമായിരുന്നു വേഷം. അവന് സന്തോഷം തോന്നി അവളിവിടെ വന്നേ. കാരണം അവളിവിടെ വരില്ലായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് എന്നെ കാണില്ലെന്ന കുഞ്ഞു വാശി. അവൻ മുടി പിറകിലേക്ക് ഒതുക്കി അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ നെഞ്ചും ഇടിക്കാൻ തുടങ്ങി. നീ എന്താ ഇവിടെ? അത് എൻ്റെ റൂമിൽ. അത് നാച്ചു ഓടിച്ചപ്പോൾ അറിയാതെ. അവൾ ദയനീയമായി നോക്കി. അവളുടെ ഭാവം കണ്ട് അവന് ചിരി വന്നു. അവൻ വാതിൽ ലോക്കിൽ പിടിച്ച് നോക്കി. അത് പൂട്ടിയതാണെന്ന് മനസ്സിലായി. അവന് സ്പെയർ കീ എടുത്ത് നോക്കി. പക്ഷെ വെളിയിൽ താക്കോൽ മാറ്റാഞ്ഞ് താക്കോൽ കയറിയില്ല. അവൻ മൊബൈലെടുത്ത് ഉമ്മി വിളിച്ചു. ഹലോ ഉമ്മി, അവളെന്തിയെ? ഡോർ തുറക്കാൻ പറ. ശരി ഉമ്മി. അവൻ ഫോൺ കട്ട് ചെയ്ത് ടേബിൾ വെച്ചു. അവൻ അവളെയും നോക്കി അടുത്തേക്ക് പോയി. അവൾ തിരിഞ്ഞു നിന്നു. ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത്. പരസ്പരം മനസ്സിലായതിനു ശേഷം അവൻ ചേർന്ന് നിന്ന് അവളെ വയറിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി. അവൾ വിറച്ചു പോയി. അവളൊന്ന് അനങ്ങാൻ പോലും പറ്റാതെ നിന്നു. അച്ചു, എന്താ മിണ്ടാത്തെ? ഞാൻ ആരാണെന്ന് അറിഞ്ഞ ശേഷം നിന്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിനക്ക് എന്നോടുള്ള ഇഷ്ടം. മാതാപിതാക്കളെ എന്നോ ഉറപ്പിച്ചാൽ നമ്മുടെ വിവാഹം. ഇതൊന്നും അറിയാതെ തന്നെ നിന്നെ പ്രണയിച്ചവനാണ് ഞാൻ. നിനക്കെന്നെ ഇഷ്ടമല്ലേ? ഒന്ന് പറയടി, കേൾക്കാൻ അത്രയ്ക്ക് കൊതിയുണ്ടേ. അവൾ വിരലുകൾ അവൻ്റെ കയ്യിലമർത്തി. ഞാൻ അറിഞ്ഞോട്ടെ നിന്റെ സ്നേഹം എന്താണെന്ന്. എൻ്റെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിയിച്ചോട്ടെ. അവളൊന്നും മിണ്ടിയില്ല. അവളെ ഞാൻ തിരിച്ചു നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. പെണ്ണ് നിന്ന് വിയർക്കുന്നുണ്ട്. അച്ചു. അവനവളുടെ മുഖം ഇരുകയ്യാലും ഉയർത്തി അവളുടെ കണ്ണിലേക്ക് നോക്കി. അവൾ നോക്കിയ നിമിഷം അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി. അവൾ ഞെട്ടിപ്പോയി. ശേഷം നെറുകയിൽ അമർത്തി മുത്തി അവൾ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി. അവളൊന്ന് പിടഞ്ഞു പോയി. അവൻ ചെവിയോരം പറഞ്ഞു, ഇത് മതി, ഇത് മാത്രം മതി. നമ്മുടെ സ്നേഹം പരസ്പരം അറിയാം. ഇത്രയും നാൾ മനസ്സിലൊതുക്കിയതൊക്കെ ആ ചുംബനത്തിൽ അവരൊതുക്കി. ആ സമയം ലോക്ക് തുറക്കുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും അകന്നു മാറി. നാച്ചു പതുക്കെ ഡോർ തുറന്ന് എത്തി നോക്കി. അവളെ അവൻ കൈയോടെ പിടിച്ചു. ഡേയ്, നീ എന്തിനാണ് ഡോർ ലോക്ക് ചെയ്ത്? അവനവിടെ ചെവിൽ പിടിച്ചു. അയ്യോ, ഞാൻ തമാശക്ക് പിടിക്കാം, ഇനി ചെയ്യില്ല പ്ലീസ്. അച്ചു ഒരു ചെറുചിരിയോടെ നോക്കി നിന്നു. അവൻ അവളെ വിട്ടതും അച്ചുവിന്റെ കൈയും പിടിച്ച് അവൾ താഴേക്ക് ഓടി. അച്ചു അവനെ തിരിഞ്ഞു നോക്കി അവൾക്കൊപ്പം പോയി. അവൻ അപ്പോഴും ഒരു കള്ളച്ചിരിയോടെ നിന്നു. അവൻ അവളുമായി വീട്ടിലെത്തി. മാമിയും റിച്ചുവിനെയും കണ്ട് സുഖവിവരങ്ങൾ അന്വേഷിച്ചു പോവുകയും ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. സ്കൂളിൽ നിന്ന് അവർ അധ്യാപകരും വിദ്യാർത്ഥിനിയുമായിരുന്നു. ഒരു ദിവസം ക്ലാസ്സിൽ നോട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അൻവർ. കുട്ടികളുടെ ബഹളം കേട്ടിട്ടാണ് നോക്കിയത്. അടുത്തിരിക്കുന്ന കുട്ടിയുടെ ദേഹത്തേക്ക് വീണെടുക്കുന്ന അച്ചുവിനെയാണ് അവൻ കണ്ടത്. അവൻ ആദ്യം ഒന്ന് പഴച്ചെങ്കിലും വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ഓടി. വേഗം തന്നെ മറ്റൊന്നും നോക്കാതെ അവൻ അവളെ നൂഴ്ത്ത് അവനെ നെഞ്ചോട് ചേർത്തു. അച്ചു, ഡാ കണ്ണുറക്ക്. അവൻ അവളെ തട്ടി വിളിച്ചു. അവൾ കണ്ണു തുറന്നില്ല. അവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവൻ പതറാതെ വേഗം അവളുടെ ബാഗിൽ നിന്ന് വെള്ളമെടുത്ത് മുഖത്തേക്ക് തളിച്ചു. അവൾ കണ്ണി ചിമ്മെങ്കിലും അതേ അവസ്ഥ തന്നെയായിരുന്നു. അവൾ നന്നായി വിറക്കുന്നുണ്ടായിരുന്നു. കൈയൊക്കെ തണുത്ത പോലെ. എന്തു പറ്റിയതാ? അവൻ അടുത്തിരുന്ന കുട്ടിയോട് ചോദിച്ചു. സർ, രാവിലെ മുതലേ പനിയായിരുന്നു. എക്സാം എടുത്തുകൊണ്ടാ വന്നേന്ന് പറഞ്ഞു. ടാബ്ലറ്റ് കഴിച്ചിരുന്നു. എന്തു പറ്റിയെന്നറിയില്ല, പെട്ടെന്നാ. അവൾ പൂർത്തിയാക്കാൻ നിർത്തി. അവൻ പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് മുഖമൊക്കെ തുടച്ചു കൊടുത്തു. അവന്റെ പ്രവൃത്തികൾ എല്ലാവരും അന്തമിട്ട് നോക്കുന്നുണ്ട്. അവനത് കാര്യമാക്കിയതേയില്ല. അവൻ വേഗം പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് ഒരാൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ഡോ, എന്റെ കാർ അറിയാലോ, വേഗം പോയി അതിന്റെ ഡോർ ഇറക്ക്. അവനിടയ്ക്ക് കാർ എടുത്തിട്ടാണ് വരുന്നത്. ആ കുട്ടി താഴേക്ക് പോയി. അവൻ വേഗം തന്നെ അവൾ അവന്റെ കൈകളിൽ കോരിയെടുത്ത് താഴേക്ക് ഓടി. താഴെ എത്തിയതും വേഗം കാറിൽ കിടത്തി അവൻ വണ്ടിയെടുത്ത് പോയി. ആ സമയമാണ് മറ്റുള്ള അധ്യാപകർ സംഭവം കണ്ട് പുറത്തേക്ക് വന്നത്. ക്ലാസ്സിലെ കുട്ടികളോട് തിരക്കി കാര്യം മനസ്സിലാക്കി. അല്ല ടീച്ചറെ, റിയ അൻവർ സാറിന്റെ ആരെങ്കിലും ആണോ? ആ ചോദ്യം കുട്ടികളടക്കം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ അറിയില്ല, ഇത്തിരി കഴിഞ്ഞ് നമുക്ക് വിളിച്ച് തിരക്കാം. അവരൊക്കെ അതും പറഞ്ഞ് അവരുടെ കാര്യങ്ങളിലേക്ക് പോയി. അവൻ അവളെയും കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവൾ വേഗം കാഷ്വാലിറ്റിയിൽ കയറ്റി ഡോക്ടർ പരിശോധിച്ചു. മിസ്റ്റർ അൻവർ. അൻവർ, പേടിക്കാനൊന്നുമില്ല. പനിച്ചിരി കൂടിയതാ, പിന്നെ BP ലോ ആയി. അതുകൂടാതെ ഫുഡ് ആവശ്യത്തിന് കഴിച്ചിട്ടില്ല. അത് അൺകോൺഷ്യസ് ആയത്. ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇന്നിവിടെ കിടക്കട്ടെ, നാളെ വിടാം. ശരിയോ, ടേക്ക് കെയർ. ഡോക്ടർ അതുമാർ പുറത്തേക്ക് പോയി. അവൻ അവിടെ അടുത്ത് തന്നെ ഇരുന്നു. അവളുടെ ഉമ്മയെ വിളിച്ച് പറഞ്ഞു. ആർക്ക് വരാൻ പറ്റിയില്ല. മോനെയും കൊണ്ട് ചെക്കപ്പിന് പോയിരിക്കുകയാണെന്ന് അവൻ്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞു. അവൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. ഇതേ സമയം HM വിളിച്ച് കാര്യം തിരക്കി. അവൻ വിവരങ്ങളും അവരുടെ റിലേഷനും പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് 2 ടീച്ചേഴ്സ് ഹോസ്പിറ്റലിലെത്തി. അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് വിവരം അന്വേഷിച്ച് പോയി.
കുട്ടികളടക്കം എല്ലാവരും അവരുടെ റിലേഷൻ അതിനൊക്കെ അറിഞ്ഞിരുന്നു. ചിലർക്ക് അത്ഭുതമായിരുന്നെങ്കിൽ ചിലർക്ക് അസൂയ തോന്നി. അവൾ മെല്ലെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. വല്ലാത്ത ക്ഷീണം. ചെരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത് കസേരയിൽ ചാരിയിരിക്കുന്ന അൻവറിനെ. അവൻ മയക്കത്തിലായിരുന്നു. അനൂക്ക, അവൾ മെല്ലെ വിളിച്ചു. അവനൊന്ന് കണ്ണു തുറന്ന് നോക്കി. അവൾ എണീറ്റേണ്ടും വേഗം അടുത്തേക്ക് പോയി. എന്താണ്, എന്തെങ്കിലും വേണോ? എന്താ ഉണ്ടായത്? അത് നീ ഒന്ന് അൺകോൺഷ്യസ് ആയി. ഞാൻ നേരം കൊണ്ട് കൊണ്ടുവന്നു. അവൻ മാമിയെ വിളിച്ചതും പറഞ്ഞൊക്കെ പറഞ്ഞു. സാരലിക്ക, ഇക്കാക്ക് ബുദ്ധിമുട്ടായോ? ആടി, ഭയങ്കര ബുദ്ധിമുട്ടായി. നീ എന്താ വയ്യാത്ത കാര്യം പറയാഞ്ഞ്? പോരാഞ്ഞൊന്നും കഴിച്ചിട്ടുമില്ല. ഇക്കയെ ഞാൻ ക്ലാസ് ടൈമിൽ നിന്നാണ് കണ്ടത്. പിന്നെ വയ്യാത്തോണ്ടൊന്നും കഴിക്കാൻ തോന്നിയില്ല. സാറില്ല, ഞാനിത്തിരി കഞ്ഞി വാങ്ങി തരാം. ട്രിപ്പ് തീരുമ്പോൾ കുടിക്കാം. ഞാനിപ്പോൾ വരാം. അവൻ അതും പറഞ്ഞ് പോയി. സമയം കടന്നുപോയി. നീ ടാബ്ലറ്റ് കഴിച്ചുറങ്ങി. സമയം 10 ഉറക്കം വരുന്നില്ല. ഇത്രയും നേരം ഉറങ്ങിയില്ലേ? ഇക്ക, ആ ബെഡിലോട്ട് കിടന്നുറങ്ങി. നീ ഇത് കഴിക്കും, അപ്പോൾ ഉറക്കം വരും. ഞാൻ കിടന്നോളാം. നിമിഷങ്ങൾക്കടക്കെ ആ ഒരു ഉറക്കത്തിലേക്ക് പോയി. നീ വാ, നമുക്കിറങ്ങാം. മാമി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാ ഞാൻ ആക്കിത്തരാം. വാ. അവൻ അവളെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. അവൾ +2 കഴിഞ്ഞ് ഡിഗ്രി ചെയ്തു. ഇതിനിടയിൽ അവരുടെ യുവാങ്ക് വീട്ടുകാരങ്ങ് ഉറപ്പിച്ചു. അച്ചുവിന്റെ ഡിഗ്രി കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു. അവളാണെങ്കിൽ അനൂക്കാടെ പാത തുറാൻ തീരുമാനിച്ചു. ഇപ്പോൾ അതിന്റെ തയ്യാറെടുപ്പിലാണ്. ഇന്നാണ് അവരുടെ കല്യാണം. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അവൻ അവളെ മഹർ കൊടുത്ത് സ്വന്തമാക്കി. ഇക്ക, എന്താ അവിടെ നിൽക്കുന്നേ? ഇത്തോസിന്റെ കൈ പിടിച്ച് ഇങ്ങോട്ട് കേറുന്നേ. നീ പോടി, എന്റെ മോളെ കൂട്ടാൻ ഞാനും ഉണ്ട്. ഐഷുമ ഹാജർ വെച്ചു. നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ അവളെ പിടിച്ചു കയറ്റി. മോള് പോയി ഫ്രഷായി റെസ്റ്റ് എടുക്ക്. ഡി, അച്ചുവിനെ സഹായിക്കും ഇതൊക്കെ മാറ്റാൻ. ഓ, ആയിക്കോട്ടെ എൻ്റെ ഉമ്മി. നെച്ചു അച്ചുവിനെ കൂട്ടി മുകളിലേക്ക് പോയി. അച്ചു ഒരു ചിരിയോടെ കയറിപ്പോയി. ഡീ നാച്ചു, നീ എന്താടി എൻ്റെ റൂമിൽ? ഇറങ്ങി പുറത്ത്. അൻവർ അങ്ങോട്ട് വന്നു. ഓ, ഇക്കാക്ക് എന്താ ഇവിടെ കാര്യം? പോയി നീ കൂടി അങ്ങോട്ട്. അതും പറഞ്ഞ് അവൻ അവളെ പുറത്തായി കഥ കടച്ചു. അവൾ 2 കൊട്ടുകൂട്ടി തുള്ളിച്ചാടി താഴേക്ക് പോയി. അതുവരെ ചിരിച്ചിരുന്ന അച്ചുവിന്റെ മുഖം അവന്റെ വരവ് കണ്ട് വിളറി. ഇക്ക, എനിക്ക് ഡ്രസ്സ് മാറണം. അതിനെന്താടി, മാറ്, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അവനവളുടെ അടുത്തെത്തിയിരുന്നു. വേണ്ട, ഞാൻ മാറ്റാം. വേണം. അതും പറഞ്ഞ് അവളെ വലിച്ച് അവനോട് അടുപ്പിച്ചു. ഒരു കൈ കൊണ്ട് അവളെ ഇടുപ്പിൽ പിടിച്ച് മറുകൈ തലക്ക് പിറകിലായി സ്ഥാനം ഉറപ്പിച്ചു. നിമിഷങ്ങൾക്കൊക്കെ അവളുടെ അധരങ്ങളെ അവൻ സ്വന്തമാക്കി. അവളെ നോവിക്കാതെ സാവധാനം അവൻ നുകർന്നുകൊണ്ടേയിരുന്നു. അവളുടെ കൈകളും അവനിൽ മുറുകി. നിമിഷങ്ങൾ കടന്നുപോയി. അവൾ തളർന്നു. അവളെ അവൻ മോചിപ്പിച്ച് നെഞ്ചോട് ചേർത്തു. അച്ചു, ഡ്രസ്സ് മാറണ്ടേ? ഞാൻ ചെയ്യാക്ക, നിങ്ങൾ പോയിക്കോളി. ഇങ്ങോട്ട് നിൽക്ക് വേണേ. ഡ്രസ്സ് നീ മാറ്റ്. എനിക്കതിന് ഇനിയും സമയമുണ്ട്. ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിത്തരാം. അവന്റെ പറച്ചിലിൽ അവളുടെ മുഖം നാണത്താൽ താഴ്ന്നു. അവൻ അവളുടെ തട്ടം ഊരി മാറ്റി. സ്ലൈഡും പൂവും പതുക്കെ മാറ്റി. അവളുടെ ഓർണമെന്റ്സ് ഊരി മാറ്റി. അവളൊരു ചിരിയോടെ നിന്നുകൊടുത്തു. ഇനി എൻ്റെ മോൾ ഡ്രസ്സ് മാറ്റ്. ഞാനിനി ഇവിടെ നിന്ന് ശരിയാവില്ല. അവളുടെ അധരങ്ങളിൽ ഒന്ന് ചുംബിച്ച് അവനവളുടെ കവിളിലും തട്ടി അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. അവൾ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായി താഴേക്ക് പോയി. ആ, മോള് വന്നു. അവനവൻ്റെ കൂട്ടുകാരുടെ കൂടെ പോയി. മോൾ ഇത്തിരി കിടക്ക്. നാച്ചുവിൻ്റെ റൂമിലോട്ട് പോ. അവരവൾ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. ബന്ധുക്കളെല്ലാം പോയിരുന്നു. ദൂരമുള്ളതുകൊണ്ട് വരവും പോക്കും മാറ്റിവെച്ചു. മാമി, ഞാനെന്തെങ്കിലും ചെയ്യണോ? വേണ്ട മോളെ, ജോലിക്ക് ഒതുക്കി. ക്ഷീണമൊക്കെ മാറിയോ? ആ, മാറി മാമി. നെച്ചു എവിടെ? നിന്നെ ശല്യം ചെയ്യാണ്ടിരിക്കാൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അവിടെ എവിടെയെങ്കിലും കാണും. മോളെ, മണി 8 കഴിഞ്ഞ്. നീ എല്ലാവരും വിളിച്ചിരുത്ത്, നമുക്ക് കഴിക്കാം. അനുക്ക് വന്നോ മാമി? ആ, ഓ വന്ന് ഫ്രഷാകാൻ പോയി. കല്യാണം പ്രമാണിച്ച് ഉപ്പമാർ 2 എത്തിയിരുന്നു. മാമ, വാ കഴിക്കാം. ആ, ദാ വരുന്നു മോളെ. അവൾ പുറത്തേക്ക് ഇറങ്ങി. ആ ചുട്ടി, വാ കഴിക്കാം. അവൾ സീറ്റ് ഔട്ടിൽ നിന്ന് മൊബൈലിൽ കുത്തുകയായിരുന്നു. ആ, ഈ ദിവസം എണീറ്റോ? വാ പോവാ, വിശക്കുന്നു. അവരകത്തേക്ക് കയറി. അവർ ഉമ്മിയെ സഹായിച്ചു. അവൾ മുകളിലേക്ക് കയറി. ഇക്ക, വാ കഴിക്കാം. ആ, ദാ വരുന്നു. ഒരുമിച്ച് പോവാ, നിൽക്ക്. അവളൊന്ന് മൂളി. അവർ താഴേക്ക് പോയി. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അവരുടെ റൂമിലേക്ക് പോയി. ആ, മോള് റൂമിലേക്ക് പോയിക്കോ. പാലൊന്നും വേണ്ടല്ല. 2 പേർക്ക് ഇത്തിരി പാടാ പാല് കുടിക്കാൻ. അവരൊരു ചിരിയോടെ പറഞ്ഞു. അവളൊന്ന് ചിരിച്ച് മുകളിലേക്ക് കയറി. അവൾ റൂമിലെത്തിയെന്ന് നോക്കി. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. കഥകടച്ച് അവളൊന്ന് പതുക്കെ ബാൽക്കണിയിലേക്ക് പോയി. അവൾക്കെന്നും പ്രിയമാണ് ഇവിടെ. അധികം വരാറില്ലെന്ന് മാത്രം. ചെറുതണുപ്പ് നിലാവും അവളൊരു പുഞ്ചിരിയോടെ നോക്കി. 2 കൈകൾ വയറിലൂടെ ചുറ്റി. അവളൊന്ന് ഞെട്ടിയെങ്കിലും അതാരാണെന്ന് മനസ്സിലായപ്പോൾ അവളുടെ കൈകൾ അവയിൽ ചേർത്തു. എന്താണ് ആ ചുട്ടി ഇവിടെ? അവൻ ചെവിയിലായി കടിച്ച് ചോദിച്ചു. വെറുതെ. അവളൊന്ന് പുളഞ്ഞു. അവന്റെ കൈകൾ അവളിൽ കുസൃതി കാട്ടി. അടങ്ങിക്ക. പറ്റില്ല, ഇത്രയും കാത്തില്ലേ? ഇനി വയ്യ. എനിക്ക് നിന്നെ പൂർണ്ണമായും വേണം പെണ്ണേ. അതും പറഞ്ഞ് അവളെടുത്ത് റൂമിലേക്ക് കയറി വാതിലടച്ചു. അവനവളെ ബെഡിലേക്ക് കിടത്തി അവളിലേക്ക് അമർന്നു. അവളെ ചുംബനങ്ങളാൽ മൂടി. അവളിലെ പെണ്ണിനെ അവൻ ഉണർത്തി.
ഏതോ നിമിഷം മഴ ഭൂമിയിൽ ലയിക്കും പോലെ അവനും അവളിൽ ലയിച്ചു. ഒരു നിർവൃതിയോടെ ഇരുവരും നിദ്രയെ പുൽകി. പിന്നീടുള്ള ഓരോ ദിവസം അവരുടേതായിരുന്നു. പിണക്കമില്ലാത്ത ഇണക്കമാർന്ന ജീവിതം. ഒരു കാറിന്റെ ശബ്ദം കേട്ടാണ് അവൾ കണ്ണു തുറന്നത്. ഒരു സ്വപ്നത്തിൽ നിന്നുണർന്ന പോലെ അവളുടെ മധുരിക്കും ഓർമ്മകളിൽ നിന്നുണർന്നു. അപ്പോഴേക്കും ഇരു കൈകൾ അവളെ പുണർന്നിരുന്നു. എന്താണ് മൈ വൈഫി ചിന്തിച്ച് കൂട്ടുന്നു? ഒന്നുമില്ല, നമ്മുടെ ഓരോ പഴയ കാര്യങ്ങൾ. എന്തു പറയുന്നതിന്റെ വാവ? അവനവളുടെ വയറിലേക്ക് കൈകൾ വെച്ചു. സുഖം. അവർ കുഞ്ഞുമണിക്കായി കാത്തിരിക്കുന്നു. അവർ ജീവിക്കട്ടെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ, അതിലുപരി പ്രണയമായി.